നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിൽ ഇന്നലെ രാത്രിയിൽ പാകിസ്ഥാൻ തലസ്ഥാനമായി ഇസ്ലാമാബാദിൽ വെച്ച് നടത്തിയ ചർച്ചയെ ലോകം ആകാംക്ഷയോടെ ആശങ്കയോടെ നോക്കിക്കാണുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൻ്റെ കൃത്യമായ രാഷ്ട്രീയം അറിയുന്നവരാരും അങ്ങനെ ആശങ്കപ്പെട്ടിരുന്നില്ല, ആകാംക്ഷയുള്ളവരായിരുന്നില്ല. കാരണം ഇറാൻ ഇതുവരെ എടുത്ത നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ യുദ്ധത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി അമേരിക്ക മുമ്പോട്ട് വന്നപ്പോൾ അതിന് പ്രീ കണ്ടീഷൻ വെച്ച് ഇറാൻ രംഗത്ത് വന്നതിൻ്റെ നിബന്ധനകൾ കണ്ടപ്പോൾ വിവരമുള്ള സകലർക്കും അറിയാമായിരുന്നു ഒന്നും സംഭവിക്കില്ലെന്ന്. 21 മണിക്കൂർ ചർച്ച നടത്തി എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ 21 മണിക്കൂർ എങ്ങനെ സംഭവിച്ചു എന്നാർക്കും ഒരു നിശ്ചയവുമില്ല. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിൻ്റെ മരുമകനും സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ സഹായിയുമായ ജയേഡ് കുഷ്ണറുമായിരുന്നു ചർച്ചയ്ക്ക് വേണ്ടി പാകിസ്ഥാനിലെത്തിയത്. അമേരിക്ക ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും ഒടുവിലയക്കുന്ന പ്രതിനിധി സംഘമാണിത്. സാധാരണഗതിക്ക് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അതിനൊടുവിലാണ് സ്റ്റീവ് വിറ്റ്കോഫും ജയേഡ് കുഷ്ണറും ഒക്കെ എത്തുന്നത്. അതും കഴിഞ്ഞ് ഒടുവിൽ കരാറിൽ ഒപ്പിടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അന്തിമമായ ചർച്ചയ്ക്ക് വേണ്ടിയാണ് വൈസ് പ്രസിഡന്റിനെ അയക്കുന്നത്. എന്നാൽ ആദ്യത്തെ ചർച്ചയ്ക്ക് തന്നെ വൈസ് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് അമേരിക്ക അയച്ചത്. അതുപോലെ തന്നെ ഗൗരവത്തോടെയാണ് ഇറാനും ഇതിനെ കണ്ടത്. ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ മഹ്മൂദ് ബാഗർ ഖാലിബാഫ്, അദ്ദേഹമാണ് ഇപ്പോൾ നിലവിൽ ഇറാൻ്റെ പ്രതിനിധി എന്ന നിലയിൽ, ഭരണാധികാരി എന്ന നിലയിൽ മാധ്യമങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയുന്നത്. ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ അധികാര കേന്ദ്രമാണ് മഹ്മൂദ് ബാഗർ ഖാലിബാഫിൻ്റേത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെയും എത്തിയത്. ചർച്ച പക്ഷേ ഒരല്പം പോലും മുമ്പോട്ട് പോയില്ല. ഇറാൻ മുമ്പോട്ട് വെച്ച 10 നിർദ്ദേശത്തിൽ ഒന്നൊഴികെ 9 അമേരിക്കയ്ക്ക് സ്വീകാര്യമല്ല എന്നതുകൊണ്ട് തന്നെ ചർച്ച മുമ്പോട്ട് പോവില്ല എന്ന് പശ്ചിമേഷ്യൻ പശ്ചാത്തലം അറിയുന്നവർ വിശ്വസിച്ചിരുന്നു. ഏതൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്തെന്നും ഏതൊക്കെ വിഷയങ്ങളിലാണ് ഭിന്നത എന്നും ഒന്നും ആരും വ്യക്തമാക്കിയിട്ടില്ല. JD വാൻസ് ഇസ്ലാമാബാദിൽ നിന്നും വിമാനം കയറുന്നതിന് മുൻപ് പറഞ്ഞത് അമേരിക്കയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഓഫർ, ഏറ്റവും നല്ല ഓഫർ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ ഇറാന് കഴിയുന്നില്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് അമേരിക്കയല്ല, ഇറാനായിരിക്കും. വളരെ സങ്കടകരമായ അവസ്ഥയാണ് ചർച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ. എന്നാൽ സങ്കടം കൂടുതൽ ഞങ്ങൾക്കല്ല, അതിന് ദോഷം കൂടുതൽ അനുഭവിക്കേണ്ടത് ഇറാനാണ് എന്ന് പറഞ്ഞ് തടിയൂരുന്നു. മാധ്യമപ്രവർത്തകർ വിശദാംശങ്ങൾ ചോദിച്ചെങ്കിലും ആകപ്പാടെ പറഞ്ഞത് അണുവായുധത്തെക്കുറിച്ച് മാത്രമാണ്. ഇറാൻ നശീകരണ ശേഷിയുള്ള അണുവായുധം ഉണ്ടാക്കില്ല എന്ന് മനുഷ്യന് മനസ്സിലാകുന്ന തരത്തിലുള്ള ഉറപ്പ് കിട്ടാതെ ചർച്ച മുമ്പോട്ട് പോവില്ല എന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് വ്യക്തമായ ഒരു സംഗതി, ആ ഒരു വിഷയത്തിൽ മാത്രം ചർച്ച നടത്തി അതിൽ എന്തെങ്കിലും ധാരണയിലെത്തിയാൽ ബാക്കിയൊക്കെ വിട്ടുവീഴ്ച ചെയ്യാം എന്ന നിഗമനത്തിലേക്ക് അമേരിക്ക എത്തിയെന്നാണ്. അമേരിക്കയും ഇസ്രയേലും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അണുവായുധമുണ്ടാക്കാനാണ്. അത് ഇസ്രയേലിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും, ആണവ പരീക്ഷണം അവസാനിപ്പിക്കണമെന്നാണ്. അക്കാര്യത്തിലെങ്കിലും ഒരു ധാരണയിലെത്തിയാൽ ഇറാൻ അണുവായുധം ഉപയോഗിക്കില്ല, അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല എന്ന ഒരു പ്രഖ്യാപനത്തോടെ ഇറാൻ്റെ ഉപരോധം പിൻവലിക്കുന്ന അടക്കമുള്ള നീക്കങ്ങൾ നടത്താനായിരുന്നു ശ്രമം. എന്നാൽ അല്പം പോലും വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ ഒരുങ്ങിയില്ല. ഇറാൻ ജനതയുടെ അവകാശമാണ് ഊർജാവശ്യത്തിന് വേണ്ടി, സിവിലിയൻ ആവശ്യത്തിന് വേണ്ടി ആണവോർജം ഉണ്ടാക്കുക എന്നത്. അത് അണുവായുധമല്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ചർച്ചയുമില്ല എന്ന നിലപാടിലാണ് ചർച്ച തുടങ്ങിയതും അവസാനിച്ചതുമെന്നുമാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക മുമ്പോട്ട് വെച്ച ആദ്യത്തെ നിബന്ധന തന്നെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതോടെ മറ്റൊരു വിഷയവും ചർച്ച ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. വാൻസ് പറഞ്ഞത് ഇതിനിടയിൽ 1 ഡസൻ തവണയെങ്കിലും ട്രംപുമായി ഫോണിൽ സംസാരിച്ചെന്നാണ്. ട്രംപിന് ഇത് എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പിന്നെ ചർച്ച ചെയ്യാം എന്ന നിലപാടായിരുന്നു ട്രംപിൻ്റേത്. എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുങ്ങാതെ ഇറാൻ കർശന നിലപാടെടുത്തതോടെ ചർച്ച അലസി പിരിഞ്ഞു. ഇറാൻ്റെ പ്രതിനിധി സംഘത്തിൻ്റെ തലവനായ പാർലമെൻറ്റ് സ്പീക്കർ പറഞ്ഞത് അമേരിക്ക എങ്ങനെയെങ്കിലും തലയൂരാൻ ഒരു ഉപാധി തേടി എത്തിയതാണ്, അല്ലാതെ പ്രശ്നം പരിഹരിക്കാൻ എത്തിയതല്ല. അമേരിക്കയുടെ മുമ്പിൽ പ്രശ്നപരിഹാരമായിരുന്നില്ല, തലയൂരലായിരുന്നു. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ നിലപാടുകൾ മാത്രമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇറാൻ്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന ഒന്നിനും ഞങ്ങൾ ഒരുക്കമല്ല. ഇത്തരത്തിൽ ചർച്ച പൂർണ്ണമായും പിരിഞ്ഞു. ഇതിനിടയിൽ ഇസ്രായേൽ എടുത്ത നിലപാട് കൂടുതൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. ചർച്ചയ്ക്ക് വേണ്ടി ഇറാൻ മുമ്പോട്ട് വെച്ച 2 പ്രീ കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്,
ലെബനനെ ആക്രമിക്കുന്നത് നിർത്തണമെന്നതും രണ്ടാമത്തേത് ഇറാന്റെ മരവിപ്പിച്ചിരിക്കുന്ന സ്വത്തുക്കൾക്ക് വിടുതൽ നൽകണമെന്നതുമാണ്. ഇതിലേതെങ്കിലും അംഗീകരിച്ചോ എന്നതിനെക്കുറിച്ച് ധാരണയില്ല. പക്ഷേ ഇസ്രായേൽ അതിശക്തമായ ആക്രമണം ഇന്നലെയും ലെബനോനിൽ നടത്തി. ലെബനോനിൽ ഇന്നലെയും 12 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ബെയ്റൂട്ടിനപ്പുറത്തേക്ക് മറ്റു പല നഗരങ്ങളെയും ആക്രമിക്കാൻ ഇസ്രായേൽ തെരഞ്ഞെടുത്തു. ലെബനോനുമായി ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ്, മറ്റാരുടെയും മധ്യസ്ഥത വേണ്ട, ലെബനോനും ഇസ്രായേലും തമ്മിൽ ചർച്ച നടത്തും, ഒരു കാരണവശാലും ഹിസ്ബുള്ളയോട് ചർച്ചയ്ക്ക് തങ്ങൾ ഒരുക്കമല്ല എന്ന നിലപാട് ഇന്നലെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കയും ഇറാനും തമ്മിൽ എന്തെങ്കിലും ധാരണയിലെത്തിയാൽ അത് ഇസ്രായേലിൻ്റെ താല്പര്യത്തെ ബാധിക്കാതിരിക്കാൻ ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയും ഇറാന്റെ മേലുള്ള ആക്രമണം പൂർത്തിയായിട്ടില്ല, അത് തുടരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹിസ്ബുള്ളയോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല, ആരൊക്കെ എന്തെല്ലാം ചർച്ച ചെയ്താലും ഇസ്രായേലിൻ്റെ നിലപാട് ഇതാണ് എന്ന് നെതന്യാഹു ഇന്നലെ പ്രഖ്യാപിച്ചതും ചർച്ചയെ ബാധിച്ചു എന്നാണ് റിപ്പോർട്ട്. ഇതിനിടയിൽ അമേരിക്കയും സഖ്യകക്ഷികളെയും ലോകത്തെയും ആശങ്കപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ട് പറയുന്നത് അമേരിക്കൻ സേന ഔദ്യോഗികമായി പ്രസിഡന്റിനെ അറിയിച്ചിരിക്കുന്നു, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം തൽക്കാലം സാധ്യമല്ല. അതിനിടയിൽ ഇറാൻ സ്ഥാപിച്ചിരിക്കുന്ന മൈനുകൾ കണ്ടെത്തി നിർവീര്യമാക്കുക അസാധ്യമാണ്. ആ മൈനുകൾ കണ്ടെത്താനും അത് നിർവീര്യമാക്കാനുമുള്ള ശ്രമം പ്രത്യേക പരിശീലനം സിദ്ധിച്ച മുങ്ങൽ വിദഗ്ധരെ ഇറക്കിയിരുന്നു. അമേരിക്കൻ സേനയിലെ ഏറ്റവും പ്രഗത്ഭരാണവർ, ഏത് റിസ്ക്കും എടുക്കുന്നവരാണ്. അവരുടെ പരിശോധനയിൽ പറഞ്ഞത് ഇത്തരം മൈനുകൾ നിർവീര്യമാക്കുക സാധ്യമല്ല, ആ മൈനുകൾ ഏതു നിമിഷവും പ്രയോഗിക്കുകയും ഏത് കപ്പലും മുക്കുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ കപ്പൽ കടന്നുപോവില്ല എന്ന് പറഞ്ഞു എന്ന റിപ്പോർട്ടാണ്. ഇത് ലോകത്തെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇതിനിടയിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ അമേരിക്കയുടെ 2 എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടലെടുക്ക് കടന്നുപോയി എന്ന് ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഇറാൻ അത് നിഷേധിച്ചു. ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണ്, അതിലെ ആര് കടക്കാൻ ശ്രമിച്ചാലും ഞങ്ങളത് തകർക്കുമെന്ന് ഇറാൻ ഇന്നലെയും പ്രഖ്യാപിച്ചു. ഇതോടുകൂടി ഹോർമുസ് കടലെടുക്ക് പ്രതിസന്ധി നീളും, എണ്ണക്ഷാമം രൂക്ഷമാകും, എണ്ണവില കുത്തനെ ഉയരും. ചൈനയുടെ മാൻപാഡ് എന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഇറാന് കൈമാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുമായി ന്യൂയോർക്ക് ടൈംസും CNN-ഉം ഇതിനിടെ രംഗത്ത് വന്നു. ചൈന അത് നിഷേധിക്കുമ്പോഴും ട്രംപ് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത്. ചൈന ഈ വിഷയത്തിൽ ഇടപെടുകയോ ഇറാനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുകയോ ചെയ്താൽ കൃത്യമായി പാഠം പഠിപ്പിക്കും എന്ന വെല്ലുവിളിയാണ് അമേരിക്ക നടത്തിയത്. ചൈന ഔദ്യോഗികമായി പറഞ്ഞത് കേട്ട വാർത്ത നുണയാണ്, ഒരു സംഘർഷത്തിലും ചൈന അനാവശ്യമായി ഇടപെടുകയില്ല എന്നാണ്. മാൻപാഡ് എന്ന് പറയുന്ന ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഒരു സൈനികനെ തോളിൽ വെച്ചുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. വളരെ സാങ്കേതിക മികവുള്ള ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഇറാനെ സഹായിക്കും എന്ന ആശങ്കയുണ്ട്. ചൈന പ്രതിക്കൂട്ടിലാവാതിരിക്കാൻ വേണ്ടി മറ്റൊരു രാജ്യത്തേക്ക് ഇത് കൊടുത്തിട്ട് അവിടെ നിന്ന് എത്തിച്ചു എന്നാണ് റിപ്പോർട്ട്, നേരിട്ട് ഇറാന് കൊടുക്കാതെ. സമാധാന ചർച്ചാ ശ്രമം പാളിയതോടെ ലോകം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങി. അമേരിക്കയും ഇസ്രായേലുമാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത്. അമേരിക്കയ്ക്ക് എങ്ങനെ തലയൂരണം എന്നറിയില്ല. ഇസ്രായേലിന് യുദ്ധത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നിശ്ചയമില്ലാത്തതുകൊണ്ട് ജനതയുടെ ആശങ്കയ്ക്ക് എങ്ങനെ പരിഹാരമുണ്ടാക്കും എന്നറിയില്ല. അമേരിക്കയിൽ എണ്ണവില കുതിച്ചുയരുന്നതും പ്രതിസന്ധി രൂക്ഷമായിട്ടുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ സൗദിയും UAEയും ബഹ്റൈനും കുവൈറ്റും ഒക്കെ അടങ്ങുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഒരു കാര്യവും മുമ്പോട്ട് പോകാത്ത അവസ്ഥയിലായി. ഇന്ത്യയും ബംഗ്ലാദേശും ശ്രീലങ്കയും ഫിലിപ്പൈൻസും തായ്ലാൻഡും ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങളിലും എണ്ണ പ്രതിസന്ധി രൂക്ഷമാണ്. ഈ രാജ്യങ്ങൾക്കെല്ലാം വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ പ്രതിസന്ധി ഇങ്ങനെ നീളുന്നത്. നാറ്റോയുടെ കാര്യവും അങ്ങനെ തന്നെ. ഈ പ്രതിസന്ധി രൂക്ഷമായതോടെ അമേരിക്കയും നാറ്റോയും തമ്മിൽ ഭിന്നതയുടെ വക്കിലെത്തി. അതേസമയം നോർവേയും കാനഡയും ഈ പ്രതിസന്ധിയിൽ മുതലെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. നോർവേയ്ക്കും കാനഡയ്ക്കും ആവശ്യത്തിന് എണ്ണ ശേഖരമുണ്ടെങ്കിലും അവിടുത്തെ ഖനനം പശ്ചിമേഷ്യയേക്കാൾ ചെലവേറിയതായതുകൊണ്ട് അവർക്ക് വേണ്ടത്ര ഉത്പാദിപ്പിച്ച് ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പശ്ചിമേഷ്യയിലെ എണ്ണ നീക്കം നിലച്ചതോടെ നോർവേയും കാനഡയും അവരുടെ എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കുകയും അത് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോലും കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ 2 രാജ്യങ്ങളും വലിയ തോതിൽ നേട്ടമുണ്ടാക്കും എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഇതിനിടയിൽ ബ്രിട്ടൻ്റെ നാവികസേനയെക്കുറിച്ചുള്ള പരാതി വീണ്ടും ശക്തമായി. റഷ്യൻ അധിനിവേശത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ ഫ്രാൻസിൻ്റെ സഹായം തേടിയിരിക്കുകയാണ് ബ്രിട്ടൻ.